കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പൊയ്കയിൽ യോഹന്നാൻ, വി.ടി. ഭട്ടതിരിപ്പാട്, എ.കെ. ഗോപാലൻ ഇവരുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. കേരള നവോത്ഥാനത്തിൻ്റെ 6ാമത്തെ ക്ലാസ്സാണത്. മുമ്പത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ വീഡിയോ കാണണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ രൂപീകരണത്തിന് നിർണായക പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ രൂപീകരണത്തിന് നിർണായക പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? എ.കെ. ഗോപാലൻ. എ.കെ. ഗോപാലൻ നമ്മൾ എ.കെ.ജി എന്ന് വിളിക്കും. എ.കെ. ഗോപാലൻ ആരാണ്? എ.കെ.ജി. എ.കെ.ജിയുടെ ഫുൾ ഫോം എ.കെ എന്നുള്ളതിൻ്റെ ആയില്യത്ത് കുറ്റ്യാരി ഗോപാലനാണ്. എ.കെ. ഗോപാലൻ, ആയില്യത്ത് കുറ്റ്യാരി ഗോപാലൻ, എ.കെ. ഗോപാലൻ, എ.കെ.ജി. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് എ.കെ.ജി. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് എ.കെ.ജി. എ.കെ. ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസ് കേരളത്തിൽ ആരംഭിച്ച വർഷം ചോദിച്ചാൽ, ഇന്ത്യൻ കോഫി ഹൗസ് കേരളത്തിൽ ആരംഭിച്ചത് 1958 മാർച്ച് 8-നാണ്. ഓക്കെ, ഇന്ത്യൻ കോഫി ഹൗസ് കേരളത്തിൽ ആരംഭിച്ച വർഷം 1958 മാർച്ച് 8-ആണ്. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ രൂപീകരണത്തിന് നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് എ.കെ.ജി. പാവങ്ങളുടെ പടത്തലവൻ ആരാണ്? എ.കെ.ജി ആണ്. ഓർക്കുക, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് എ.കെ. ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ്. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? എ.കെ.ജി ആണ്. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? എ.കെ.ജി ആണ്. പട്ടിണി ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം ചോദിച്ചാൽ 32. പട്ടിണി ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 32 പേരാണ് പട്ടിണി ജാഥയിൽ പങ്കെടുത്തത്. പട്ടിണി ജാഥ നയിച്ചത് എ.കെ.ജി ആണ്. വർഷം 1936. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്കായിരുന്നു പട്ടിണി ജാഥ. ദെൻ മലബാർ ജാഥ 1937 മലബാർ ജാഥ നയിച്ചതും ആരാണ്? എ.കെ.ജി ആണ്. 1937 കോഴിക്കോട് നിന്നും തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ നയിച്ചത് എ.കെ. ഗോപാലനാണ്. 1937 കോഴിക്കോട് നിന്നും തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ നയിച്ചത് ആരാണ്? എ.കെ.ജി. എ.കെ. ഗോപാലനാണ്. അതുപോലെ കർഷക ജാഥയും 1960 കർഷക ജാഥ നയിച്ചത് ആരാണ്? എ.കെ.ജി ആണ്. 1960 കർഷക ജാഥ നയിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? എ.കെ.ജി ആണ്. എവിടെ നിന്ന് എവിടം വരെ? കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ 1960 കർഷക ജാഥ നയിച്ച നവോത്ഥാന നായകനാണ് എ.കെ. ഗോപാലൻ, എ.കെ.ജി. അപ്പോൾ 1936 പട്ടിണി ജാഥ നയിച്ചത് എ.കെ.ജി ആണ്. 1937 മലബാർ ജാഥ, കോഴിക്കോട് നിന്നും തിരുവിതാംകൂർ വരെ മലബാർ ജാഥ നയിച്ചത് എ.കെ.ജി ആണ്. 1960 കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ കർഷക ജാഥ നയിച്ച നവോത്ഥാന നായകന്മാരാണ്? എ.കെ. ഗോപാലനാണ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നതും ആരാണ്? എ.കെ.ജി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ. ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാനാണ് ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ. അദ്ദേഹം ജനിച്ചത് ഇരവിപേരൂരാണ്. നോട്ട് ചെയ്യാം, പത്തനംതിട്ടയിൽ ഇരവിപേരൂരിലാണ് അദ്ദേഹം ജനിച്ചത്. കുമാരഗുരുദേവൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കുമാരഗുരുദേവൻ എന്നറിയപ്പെടുന്നത് പൊയ്കയിൽ യോഹന്നാനാണ്. കുമാരഗുരുദേവൻ ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. ക്രിസ്തുമതത്തിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനം ഇല്ലാതാക്കുന്നതിന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. ക്രിസ്തുമതത്തിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനം ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. കുമാരഗുരുദേവൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. ക്രിസ്തുമതത്തിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനം ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. അദ്ദേഹം ജനിച്ചത് ഇരവിപേരൂർ, പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് അദ്ദേഹം ജനിച്ചത്.
അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം കുമാരൻ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. കുമാരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. പുലയൻ മത്തായി എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. പുലയൻ മത്തായി, കുമാരഗുരുദേവൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. അവശതയനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായിട്ട് യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നത് അടിലഹള എന്നാണ്. അവശതയനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായിട്ട് യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നത് അടിലഹളയാണ്. അപ്പോൾ അടിലഹള ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പൊയ്കയിൽ യോഹന്നാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രക്ഷോഭമാണ് അടിലഹള. നെക്സ്റ്റ് പ്രത്യക്ഷരക്ഷാ ദൈവസഭ. PRDS. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. PRDS വർഷം നോട്ട് ചെയ്യുക, 1909. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിതമായ വർഷമാണ് 1909. സ്ഥാപിച്ചത് ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ഇരവിപേരൂർ. PRDSൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഇരവിപേരൂർ. പത്തനംതിട്ടയിലെ ഇരവിപേരൂരിലാണ് PRDS പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം. അതിൻ്റെ രക്ഷാധികാരി, PRDSൻ്റെ രക്ഷാധികാരി ആരാണ്? കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാനാണ്. PRDSൻ്റെ മുഖപത്രമാണ് ആദിയാർ ദീപം. PRDSൻ്റെ പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ മുഖപത്രമാണ് ആദിയാർ ദീപം. അപ്പോൾ പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. വർഷം 1909. PRDSൻ്റെ ആസ്ഥാനം ഇരവിപേരൂർ, പത്തനംതിട്ടയിലെ ഇരവിപേരൂറാണ്. ദെൻ പൊയ്കയിൽ അപ്പച്ചൻ, കുമാരഗുരുദേവൻ എന്നൊക്കെ ആരുടെ പേരുകളാണ്? പൊയ്കയിൽ യോഹന്നാൻ്റെ പേരുകളാണ്. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചതിന് ശേഷം യോഹന്നാൻ അറിയപ്പെടുന്ന പേരുകളാണ് പൊയ്കയിൽ അപ്പച്ചനും കുമാരഗുരുദേവനും. ദെൻ വാകത്താനം ലഹള, കൊഴുക്കുംചിറ ലഹള, മുണ്ടക്കയം ലഹള, മംഗലം ലഹള, വെള്ളനാടി സമരം ഇതൊക്കെ പൊയ്കയിൽ യോഹന്നാൻ ദളിത് സമുദായത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങളാണ്. നോട്ട് ചെയ്യുക, വാകത്താനം ലഹള, കൊഴുക്കുംചിറ ലഹള, മുണ്ടക്കയം ലഹള, മംഗലം ലഹള, വെള്ളനാടി സമരം ഇതൊക്കെ പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട ലഹളകളാണ്. അദ്ദേഹം ദളിത് സമുദായത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങളാണ് വാകത്താനം ലഹള, കൊഴുക്കുംചിറ ലഹള, മുണ്ടക്കയം ലഹള, മംഗലം ലഹള, വെള്ളനാടി സമരം. നെക്സ്റ്റ്, യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭാംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങളാണ് 1921 1931. പഠിക്കാൻ എളുപ്പമാണ്, 21, 31. യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭാംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങളാണ് 1921 1931. അയ്യങ്കാളി സ്ഥാപിച്ച സാധുജന പരിപാലന സംഘത്തിൽ അംഗമായിരുന്ന നവോത്ഥാന നായകനാണ് യോഹന്നാൻ. അയ്യങ്കാളി സ്ഥാപിച്ച സാധുജന പരിപാലന സംഘത്തിൽ അംഗമായിരുന്ന നവോത്ഥാന നായകനാണ് യോഹന്നാൻ. യോഹന്നാൻ്റെ കവിതകളുടെ സമാഹാരം അറിയപ്പെടുന്നത് രത്നമണികൾ. യോഹന്നാൻ്റെ കവിതകളുടെ സമാഹാരമാണ് രത്നമണികൾ. യോഹന്നാൻ്റെ കവിതകളുടെ സമാഹാരമാണ് രത്നമണികൾ. സർക്കാർ അനുമതിയോടെ അയിത്ത ജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. സർക്കാർ അനുമതിയോടെ അയിത്ത ജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. നമ്മൾ പറഞ്ഞത് പൊയ്കയിൽ യോഹന്നാൻ, കുമാരഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. അദ്ദേഹം ജനിച്ചത് പത്തനംതിട്ടയിലെ ഇരവിപേരൂരാണ്. ക്രിസ്തുമതത്തിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനം ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകനായിരുന്നു പൊയ്കയിൽ യോഹന്നാൻ. അതുപോലെ അടിലഹള, അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിന് വേണ്ടിയിട്ട് യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങളാണ് അടിലഹള. അതൊക്കെ ഓർത്തിരിക്കുക. പ്രത്യക്ഷരക്ഷാ ദൈവസഭ 1909. ഓക്കെ, അടുത്തത് 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന
KPCCയുടെ കോൺഗ്രസ് സമ്മേളനത്തിലെ വോളണ്ടിയറായിരുന്ന വ്യക്തി. സ്ഥലം 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന KPCCയുടെ കോൺഗ്രസ് സമ്മേളനത്തിലെ വോളണ്ടിയറായിരുന്ന വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് VT ഭട്ടതിരിപ്പാടാണ്. VTB അല്ലേ, VT ഭട്ടതിരിപ്പാട് നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് VTB പറയും. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് എന്താണ്? വെള്ളിത്തിരുത്തി താഴത്ത് മനയിൽ രാമൻ നമ്പൂതിരിപ്പാട്. വെള്ളിത്തിരുത്തി താഴത്ത് മനയിൽ രാമൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹം ജനിച്ചത് മലപ്പുറം ജില്ലയിലെ മേഴത്തൂർ ഗ്രാമം, തൃത്താല പഞ്ചായത്തിലെ മേഴത്തൂർ ഗ്രാമത്തിലാണ് VTB ജനിക്കുന്നത്. അദ്ദേഹം വെള്ളിത്തിരുത്തി താഴത്ത് മനയിൽ രാമൻ നമ്പൂതിരിപ്പാട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. 1896 അദ്ദേഹം ജനിക്കുന്നത്. ബ്രാഹ്മണ സമുദായത്തിലെ മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട്. ബ്രാഹ്മണ സമുദായത്തിലെ മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട്. നമ്പൂതിരി യുവജന സംഘം 1919 VT ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടനയാണ് നമ്പൂതിരി യുവജന സംഘം. വർഷം നോക്കുക, 1919 VT സ്ഥാപിച്ച സംഘടനയാണ് നമ്പൂതിരി യുവജന സംഘം. നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രമാണ് ഉണ്ണി നമ്പൂതിരി. VTയുടെ നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ഉണ്ണി നമ്പൂതിരി എന്ന മാസികയിലാണ് 1920. അപ്പോൾ 1919 VTBയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടനയാണ് നമ്പൂതിരി യുവജന സംഘം. VT ഭട്ടതിരിപ്പാട് നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് 1929. നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രമാണ് ഉണ്ണി നമ്പൂതിരി. ഉണ്ണി നമ്പൂതിരിയിലാണ് VTയുടെ നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. വർഷം നോട്ട് ചെയ്യുക, 1920. അപ്പോൾ VTയുടെ നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച മാസികയാണ് ഉണ്ണി നമ്പൂതിരി. കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്നത് ആരാണ്? കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. അവർണ സമുദായത്തിലെ പെൺകുട്ടിയിൽ നിന്നും അക്ഷരാഭ്യാസം നേടിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹം. അവർണ സമുദായത്തിലെ പെൺകുട്ടിയിൽ നിന്നും അക്ഷരാഭ്യാസം നേടിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹം. നമ്പൂതിരി സമുദായത്തിൽ അംഗമായ നവോത്ഥാന നായകനാണ്. അവർണ സമുദായത്തിലെ പെൺകുട്ടിയിൽ നിന്നാണ് അദ്ദേഹം അക്ഷരാഭ്യാസം നേടിയത്. അദ്ദേഹം അക്ഷരാഭ്യാസം നേടിയ ശേഷം അദ്ദേഹം വായിച്ച ആദ്യത്തെ വാക്കാണ് മാൻമാർക്ക് കുട. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് യോഗക്ഷേമ സഭയാണ്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. 1908 ജനുവരി 31 യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം. പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ബുക്കിൽ ജനുവരി 31 എന്നായിരിക്കും കാണുക, പക്ഷെ കറക്റ്റ് മാർച്ച് 2. പക്ഷെ ഇത് രണ്ടും ഓർത്തിരിക്കുക. 1908 ജനുവരി 31 മാർച്ച് 2 എന്ന് ഓർത്തിരിക്കുക. ബുക്കിലൊക്കെ ജനുവരി 31. ആലുവയിലാണ് യോഗക്ഷേമ സഭ സ്ഥാപിതമായത്. അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റ്, യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ പ്രസിഡൻറ്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ പ്രസിഡൻറ്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. യോഗക്ഷേമ സഭയിലെ പ്രധാന അംഗം ആയിരുന്ന വ്യക്തി, പ്രധാന പ്രവർത്തകൻ ആരാന്നൊക്കെ ചോദിച്ചാൽ ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യമാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നാണ്. യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയമാണ്. യോഗക്ഷേമ സഭ പ്രസിദ്ധീകരിച്ച മാസികകളാണ് മംഗളോദയം, യോഗക്ഷേമം. യോഗക്ഷേമ സഭ പ്രസിദ്ധീകരിച്ച മാസികകളാണ് മംഗളോദയം, യോഗക്ഷേമം. അപ്പോൾ യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകൻ സ്ഥാപിച്ചതൊക്കെ ചോദിച്ചാൽ ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. യോഗക്ഷേമ സഭയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വിധവാ വിവാഹം നടപ്പിലാക്കുക, ബഹുഭാര്യത്വം നിരോധിക്കുക, വൃദ്ധവിവാഹം തടയുക, ഇതൊക്കെയാണ് യോഗക്ഷേമ സഭയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം 1908 ജനുവരി 31 ആലുവയിലാണ് സ്ഥാപിതമായത്.
ആദ്യ പ്രസിഡൻറ്റ്, യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ പ്രസിഡൻറ്റ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതാണ് യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം. യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. ഓക്കെ, മംഗളോദയത്തിൻ്റെ പ്രൂഫ് റീഡർ ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? VT ഭട്ടതിരിപ്പാടാണ്. നെക്സ്റ്റ്, VTയുടെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായിട്ട് അവതരിപ്പിച്ച വർഷം. VTയുടെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായിട്ട് അവതരിപ്പിച്ച വർഷം 1929. വേദി തൃശ്ശൂർ ഇടക്കുന്നിയാണ്. തൃശ്ശൂർ ഇടക്കുന്നിയാണ് വേദി, അവതരിപ്പിച്ച വേദി. VTയുടെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായിട്ട് അവതരിപ്പിച്ച വർഷം 1929. ഒരു PYQ ആണത്. ദെൻ ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം, പാശുപതം, ഉത്ബുദ്ധ കേരളം, ഇതിൻ്റെയൊക്കെ പത്രാധിപർ ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം, പാശുപതം, ഉത്ബുദ്ധ കേരളം, ഇതിൻ്റെയൊക്കെ പത്രാധിപർ ചോദിച്ചാൽ VT ഭട്ടതിരിപ്പാടാണ്. വിധവ പുനർവിവാഹം ആദ്യമായിട്ട് സംഘടിപ്പിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. അതൊരു PYQ ആണ്. വിധവ പുനർവിവാഹം ആദ്യമായിട്ട് 1937 സംഘടിപ്പിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. PYQ ആണ്. വിധവ പുനർവിവാഹം 1937 ആദ്യമായിട്ട് സംഘടിപ്പിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ജാതി വ്യവസ്ഥയെ എതിർത്തുകൊണ്ട് സ്വന്തം സഹോദരിയെ അന്യ സമുദായക്കാരനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച നവോത്ഥാന നായകനാണ് VTB. അദ്ദേഹത്തിൻ്റെ ആദ്യ കഥാസമാഹാരം, VTയുടെ ആദ്യത്തെ കഥാസമാഹാരമാണ് രജനീരംഗം. രജനീരംഗമാണ് VTയുടെ ആദ്യ കഥാസമാഹാരം. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. അദ്ദേഹത്തിൻ്റെ ആത്മകഥ കണ്ണീരും കിനാവും. കണ്ണീരും കിനാവും അത് ഒരു PYQ ആണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. ആത്മകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1971 VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. VTB കോളേജ്, VT ഭട്ടതിരിപ്പാട് കോളേജ് നിങ്ങൾക്ക് അറിയുണ്ടാവും, പാലക്കാട് ശ്രീകൃഷ്ണപുരത്താണ് VT ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്താണ് VTB കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. കണ്ണീരും കിനാവിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് 1971. നെക്സ്റ്റ്, ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന ജാഥയ്ക്കിടെ ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന വിവാദ പ്രസ്താവന നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് VT ഭട്ടതിരിപ്പാട്. ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന ജാഥയ്ക്കിടെ ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന വിവാദ പ്രസ്താവന നടത്തിയ നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലേഖനം അച്ചടിച്ചതുകൊണ്ട് കൊച്ചി സർക്കാർ നിരോധിച്ച പ്രസിദ്ധീകരണം ചോദിച്ചാൽ ഏതാണ്? മംഗളോദയമാണ്. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലേഖനം അച്ചടിച്ചതിനാൽ കൊച്ചി സർക്കാർ നിരോധിച്ച പ്രസിദ്ധീകരണമാണ് മംഗളോദയം. ദെൻ അന്തർജന സമാജം ആരുമായി ബന്ധപ്പെട്ടതാണ്? VT ഭട്ടതിരിപ്പാട്. നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് രൂപീകരിച്ചതാണ് അന്തർജന സമാജം. നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് VT ഭട്ടതിരിപ്പാട് രൂപീകരിച്ചതാണ് അന്തർജന സമാജം. വർഷം 1929 അന്തർജന സമാജം രൂപീകരിക്കുന്നത്. അന്തർജന സമാജത്തിന് നേതൃത്വം നൽകിയത് പാർവതി നെന്മണി മംഗലമാണ്. അന്തർജന സമാജം രൂപീകരിച്ചത് VTB ആണ്. നേതൃത്വം നൽകിയത് പാർവതി നെന്മണി മംഗലമാണ്. നെക്സ്റ്റ്, ബഹുമത സമൂഹം എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. ബഹുമത സമൂഹം എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. പേരിൽ തന്നെ ഉണ്ട് ബഹുമത സമൂഹം, അതായത് നാനാജാതിക്കാർ ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്ഥലം. കൊടുമുണ്ട കോളനി എന്ന പേരിൽ അറിയപ്പെട്ട ഇത് 1935 സ്ഥാപിക്കപ്പെട്ടത്. കൊടുമുണ്ട കോളനി എന്ന പേരിൽ നാനാജാതിക്കാർ ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്ഥലം, കൊടുമുണ്ട കോളനി എന്ന പേരിൽ അറിയപ്പെട്ട ഇത് 1935 സ്ഥാപിക്കപ്പെട്ടത്.
അപ്പം നമ്മൾ പറഞ്ഞത് അന്തർജന സമാജം രൂപീകരിച്ചത് ആരാണ്? VTB ആണ്. ബഹുമത സമൂഹം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. നെക്സ്റ്റ് യാചനയാത്ര. യാചനയാത്ര നടത്തിയത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. VTയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠനത്തിനായിട്ടുള്ള തുക സമാഹരിക്കാനായിട്ടാണ് കാൽനട പ്രചാരണ ജാഥയാണ് യാചനയാത്ര. യാചനയാത്ര നടന്ന വർഷം 1931 ഏപ്രിൽ 26 അതും PYQ ആണ്, പ്രീവിയസ് ഇയർ ആണ്. 1931 ഏപ്രിൽ 26 യാചനയാത്ര നടന്നത്. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ യാചനയാത്ര 7 ദിവസം നീണ്ടുനിന്നു. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയായിരുന്നു യാചനയാത്ര നടത്തിയത്. യാചനയാത്ര 7 ദിവസം നീണ്ടുനിന്നു. ദെൻ സാമൂഹിക പരിഷ്കരണ ജാഥ. സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചതും ആരാണ്? VTB ആണ്. 1968 മിശ്രവിവാഹ പ്രചാരണത്തിനായിട്ട് കാഞ്ഞങ്ങാട്ട് നിന്ന് ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. 1968 മിശ്രവിവാഹ പ്രചാരണത്തിനായിട്ട് കാഞ്ഞങ്ങാട്ട് നിന്ന് ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. അതുപോലെ കുടുംബ മുറിക്കൽ, പരിവേദനം, മിശ്രഭോജനം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനും കൂടിയാണ് ആര്? VT ഭട്ടതിരിപ്പാട്. കുടുംബ മുറിക്കൽ, പരിവേദനം, മിശ്രഭോജനം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. അപ്പോൾ നമ്മൾ VT ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ യാചനയാത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1931 ഏപ്രിൽ 26 യാചനയാത്ര. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയായിരുന്നു യാചനയാത്ര നടന്നത്. കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടി തുക സമാഹരിക്കാനായിട്ടാണ് യാചനയാത്ര നടത്തിയത്. കാൽനട പ്രചാരണ ജാഥയായിരുന്നു. 1968 സാമൂഹിക പരിഷ്കരണ ജാഥ കാഞ്ഞങ്ങാട്ട് നിന്ന് ചെമ്പഴന്തി വരെയായിരുന്നു. മിശ്രവിവാഹ പ്രചാരണത്തിനായിട്ടായിരുന്നു സാമൂഹിക പരിഷ്കരണ ജാഥ. നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ വളരെ പോപ്പുലറായിട്ടുള്ള വേർഡ്സാണ്. എൻ്റെ സഹോദരീ സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായി. ഇത് നമ്മുടെ VTയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള വാക്കുകളാണ്. എൻ്റെ സഹോദരീ സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും. ഇതാരുടെ വാക്കുകളാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെ വാക്കുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അക്ഷരാഭ്യാസം നേടിയ ശേഷം VTB ആദ്യം വായിച്ച വാക്കാണ് മാൻമാർക്ക് കുട. അക്ഷരാഭ്യാസം നേടിയ ശേഷം VT വായിച്ച ആദ്യ വാക്കാണ് മാൻമാർക്ക് കുട. 17-ാം വയസ്സിന് ശേഷം വിദ്യാഭ്യാസം നേടാൻ ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? 17-ാം വയസ്സിന് ശേഷം വിദ്യാഭ്യാസം നേടാൻ ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഏക INC സമ്മേളനം ഏതാണ്? അഹമ്മദാബാദ് സമ്മേളനം 1921. VT ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഏക INC സമ്മേളനമാണ് അഹമ്മദാബാദ് സമ്മേളനം 1921. നമ്മൾ നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികളും കൂടെ നമുക്കൊന്ന് പഠിച്ചിരിക്കാം. ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ? നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? രജനീരംഗം, 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 കണ്ണീരും കിനാവും, രജനീരംഗം, കണ്ണീരും കിനാവും, ദക്ഷിണായനം. ഇത് മൂന്നും നന്നായി ഓർത്തിരിക്കുക. കണ്ണീരും കിനാവും ദക്ഷിണായനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. രജനീരംഗം, കണ്ണീരും കിനാവും, ദക്ഷിണായനം, പോം വഴി, ചക്രവാളങ്ങൾ, പൊഴിഞ്ഞ പൂക്കൾ, വെടിവെട്ടം, സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും. സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും. ഇതൊക്കെയാണ് രജനീരംഗം, കണ്ണീരും കിനാവും, ദക്ഷിണായനം, പോംവഴി, ചക്രവാളങ്ങൾ, പൊഴിഞ്ഞ പൂക്കൾ, വെടിവെട്ടം, സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും, എൻ്റെ മണ്ണ്, കരിഞ്ചന്ത, കാലത്തിൻ്റെ സാക്ഷി, കർമ്മവിഭാഗം, ജീവിത സ്മരണകൾ. എൻ്റെ മണ്ണ്, കരിഞ്ചന്ത, കാലത്തിൻ്റെ സാക്ഷി, കർമ്മവിഭാഗം, ജീവിത സ്മരണകൾ. ഇതൊക്കെ VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തി ആർജിച്ച കൃതികളാണ്. ഓർത്തിരിക്കുക. നമ്മൾ പറഞ്ഞത് VT ഭട്ടതിരിപ്പാട് അദ്ദേഹം ജനിച്ചത് മലപ്പുറം ജില്ലയിലെ മേഴത്തൂർ ഗ്രാമത്തിലാണ്. തൃത്താല പഞ്ചായത്തിലാണ് അദ്ദേഹം ജനിച്ചത്.
1896 മാർച്ച് 26-നാണ് അദ്ദേഹം ജനിക്കുന്നത്. വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാടാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. നമ്പൂതിരി സമുദായത്തിൽ അംഗമായ നവോത്ഥാന നായകനാണ്. അദ്ദേഹത്തിൻ്റെ നമ്പൂതിരി യുവജന സംഘം വർഷം നോട്ട് ചെയ്യുക 1919. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടനയാണ് നമ്പൂതിരി യുവജന സംഘം. നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രമാണ് ഉണ്ണി നമ്പൂതിരി. വീട്ടിയുടെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ഉണ്ണി നമ്പൂതിരിയിലാണ്. 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന KPCCയുടെ കോൺഗ്രസ് സമ്മേളനത്തിലെ വോളണ്ടിയർ ആയിരുന്ന വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട്. അഹമ്മദാബാദിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ VT പങ്കെടുത്തത് 1921-ലാണ്. ദെൻ യോഗക്ഷേമ സഭ അദ്ദേഹം സ്ഥാപിച്ചതാണ് 1908 ജനുവരി 31 ആലുവയിലാണ്. യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. വിധവ പുനർവിവാഹം ആദ്യമായിട്ട് 1937 സംഘടിപ്പിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. VTയുടെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് 1971-ലാണ്. VTB കോളേജ് പാലക്കാട് ശ്രീകൃഷ്ണപുരത്താണ്. ഓക്കെ, താങ്ക് യു.